കർത്താവിന്റെ വചനം വിശുദ്ധ തിരുവചനങ്ങളിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ ഹെബ്രായരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 8-ാം വചനത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കർത്താവിന്റെ വചനമാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുക്രിസ്തുവിന്റെ ഉത്ഥിതനായ ഈശോയുടെ വലിയ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ ഒരു വലിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. തിരുവചനത്തിൽ നമ്മളോട് കർത്താവ് പറഞ്ഞു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. അത് വിശ്വസിക്കുന്നവരുടെ കൂടെ വചനങ്ങളിലൂടെ കർത്താവിന്റെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതെല്ലാം അപ്പസ്തോല പ്രവർത്തനങ്ങളുടനീളം നമ്മൾ കാണുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ജീവിതത്തിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെയും ഇന്നും എന്നും ഒരുവനായിരിക്കുന്ന ഉത്ഥിതനായ യേശുക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യം നമ്മളായിരിക്കുന്നിടത്തേക്ക് കടന്നു വരുവാൻ എല്ലാ മക്കളും ആഗ്രഹിക്കട്ടെ. സാധിക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച് ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, കർത്താവെ, നിന്റെ വലിയ സാന്നിധ്യം, കഥകൾ അടച്ചിരിക്കെ യേശു അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കർത്താവെ, അവിടുന്ന് ഇന്ന് ഈ മുറിയിൽ ഈ സ്ഥലത്ത് ഞാൻ ആയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായി അണഞ്ഞിരിക്കുന്ന എന്നെ നീ സമീപിക്കണമേ എന്ന് എല്ലാ മക്കളും കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹായുടെ വലിയ അനുഭവത്തെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. 8 മുതലുള്ള വചനങ്ങളിൽ സിനഗോഗിന് തൊട്ടടുത്തായിരുന്നു അവന്റെ വീട്. സിനഗോഗ് അധികാരിയായ ക്രിസ്പൂസും അവന്റെ കുടുംബം മുഴുവനും കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തോസുകാരിൽ പലരും വചനം കേട്ട് വിശ്വസിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുകയാണ്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യരോടൊപ്പം നടന്ന് അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ വചനം പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് തന്റെ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിലൊക്കെ അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്യുന്നത് വ്യക്തിപരമായി പല മക്കളും എനിക്ക് അയച്ചു തരാറുണ്ട്. അതിനെല്ലാം ഓർത്ത് നമ്മൾ നന്ദി പറയുകയാണ്. 18-ാം അധ്യായം 9-ാമത്തെ വചനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. എന്തെന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയില്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെ ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു എന്ന വചനം നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കണം. നമ്മുടെ ജീവിത വഴികളിൽ ഈശോ നമ്മളെ കണ്ടുമുട്ടാൻ വേണ്ടി എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. വചനം വലിയ സത്യമാണ്. ഈ അടുത്ത നാളില് കരുണയുടെ തിരുനാൾ ദിനത്തില് ഞങ്ങള് കർത്താവിന്റെ വലിയ ദർശനങ്ങളും വെളിപാടുകളും കിട്ടിയ ഫൗസ്തീന പുണ്യവതിയുടെ പോളണ്ടിലുള്ള കബറെടുത്തെങ്കിലായി എൻ്റെ കൂടെ പ്രാർത്ഥന ശുശ്രൂഷയും ഒക്കെ ആയിട്ട് കടന്നു വന്ന ഒരു മകൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രഭാതത്തിൽ കർത്താവ് ഒരു വചനം കൊടുക്കുകയാണ്. വചനം ഇപ്രകാരമായിരുന്നു, കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ അവന്റെ ഭവനത്തിലെ വിരുന്നുണ്ടെന്ന് സംതൃപ്തനായി കഴിയും. അങ്ങനെയാണ് വചനം വായിക്കുക. അപ്പോൾ ആ വചനം അന്ന് പ്രഭാതത്തിൽ തന്നെ എനിക്ക് ആ സഹോദരൻ അയച്ചു തരികയാണ്. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് കർത്താവ് തന്ന വചനം ഇതാണ്. അന്ന് പ്രഭാതത്തില് എഴുന്നേൽക്കുമ്പോൾ സങ്കീർത്തനം 65-ാം അധ്യായം 4-ാം വചനം ഇതാണ്, അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. അങ്ങനെ ആരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവം തന്ന വചനം ആ മകൻ ആ രാത്രി തന്നെ എനിക്ക് അയച്ചു തരിക. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലോട്ട് വന്നു. വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കെടുത്തു. ഉച്ചയ്ക്ക് ഒരു കൂട്ടം ആളുകൾ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം എവിടെയെങ്കിലും കടയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. ഈ മകൻ ദേവാലയം വിട്ടു പോകാൻ ഇഷ്ടപ്പെടാതെ കർത്താവിന്റെ ആലയത്തിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഫിലിപ്പീനോ ഫാദർ ഓടി ഇവരുടെ അടുക്കലേക്ക് വന്നു. 3 പേരുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാമോ? ഞങ്ങൾ കുറച്ചധികം ഭക്ഷണം കഴിച്ച് മിച്ചമിരിക്കുകയാണ്. അതിനടുത്തെങ്ങും വേറൊരു കടയൊന്നും അധികമായിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ കുറേ അധികം ഭക്ഷണമുണ്ട്, വന്ന് കഴിക്കാമോ, ഞങ്ങളെ സഹായിക്കാമോ എന്ന് ചോദിച്ച ഒരു വൈദികൻ ഇവരുടെ അടുക്കലേക്ക് വരികയാണ്. കൂട്ടിക്കൊണ്ടുപോയി വയറു നിറയോളം അവർക്ക് ധാരാളം ഭക്ഷണം കൊടുത്തു. ഇവിടെ ഒരു ചെറിയൊരു കാര്യമാണിത്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ എല്ലാ മേഖലയിലും സംതൃപ്തരാക്കും.
വചനം അടയാളങ്ങൾ കൊണ്ട് ദൈവം സ്ഥിരീകരിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ഇനി ആലയത്തിലായിരിക്കുമ്പോൾ, ഇന്ന് ഈ വീട്ടിലായിരിക്കുമ്പോൾ, ഈ മുറിയിലായിരിക്കുമ്പോൾ, ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്ന യേശു പൗലോസിനോട് സംസാരിച്ചതുപോലെ ഞാൻ പറഞ്ഞ ഈ സഹോദരന്റെ ജീവിതത്തിലോട്ട് കർത്താവ് വചനമായി ഇറങ്ങി വന്ന് അടയാളങ്ങൾ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക എല്ലാ മക്കളും. നമ്മൾ സങ്കീർത്തനം 103 അധ്യായം 7 വചനം നമ്മൾ വായിക്കും. കർത്താവ് മോശയ്ക്ക് തന്റെ വഴികളും ജനത്തിന് തന്റെ പ്രവൃത്തികളും കാണിച്ചു കൊടുത്തു. ഇന്ന് ഈ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ നിന്റെ വലിയ പ്രവൃത്തികൾ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. വചനത്തിന്റെ വലിയ അടയാളങ്ങൾ നമ്മളിൽ സംഭവിക്കാൻ ആഗ്രഹിച്ച് ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും ജീവിതത്തിന്റെ എല്ലാ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, ഈശോയെ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കുവാൻ, അടുത്തിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്, അകന്നു പോകുന്നവരെ കൂട്ടിക്കൊണ്ടുവരുന്ന കർത്താവ്, ഈശോയെ ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായിരിക്കുന്ന എന്റെ കർത്താവ്, ഈശോയെ അവിടുന്ന് ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവ്. എല്ലാ മക്കളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ചേർത്ത് വെച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത്, കുഞ്ഞുങ്ങളുടെ പഠന മേഖലകള്, ചില രോഗപീഠകള്, വിചിത്രമായ ചില അവസ്ഥകളെയൊക്കെ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വെന്റിലേറ്ററുകളിലായിരിക്കുന്നവര്, കുഞ്ഞുങ്ങളുടെ രോഗപീഠകള്, കുടുംബജീവിതത്തിന്റെ തകർച്ചകളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമെല്ലാം കൂട്ടിച്ചേർത്ത് തരും. യേശുവിന്റെ വചനം എല്ലാം കൂട്ടിച്ചേർത്ത് തരും. കർത്താവിന്റെ വചനം അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ സംഭവിപ്പിക്കുന്ന കർത്താവിനെ തുറന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി. തൃപ്തിയുള്ള ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ. ഈശോ തൃപ്തിപ്പെടുത്തുന്ന ഹൃദയങ്ങൾ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഈശോയെ, ഈശോയെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ചിരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കരങ്ങളെല്ലാം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ.
ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ഈശോയേ നന്ദി ഈശോയേ നന്ദി ഈശോയേ നന്ദി ഈശോയേ. വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മക്കളും എല്ലാ കണ്ണുനീരുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, ആരോരുമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പ്രത്യേകമായി ഇന്ന് കർത്താവ് മനസ്സിൽ തന്നിരിക്കുന്ന ചിന്ത കുടുംബജീവിതത്തിന്റെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ഈ ശുശ്രൂഷയിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മദ്യപാനത്തിന്റെ ആകട്ടെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ ആകട്ടെ, സാമ്പത്തിക തകർച്ചകൾ വന്നതോട് കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്ന ജീവിതങ്ങളെയൊക്കെ നമ്മൾ സമർപ്പിക്കുക. കർത്താവെ, അവിടുന്ന് ഇന്ന് കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഇടപെടുന്നവരാണ്. മത്തായിയുടെ സുവിശേഷം 21:22 വചനം ഹൃദയത്തിൽ എടുത്തു വെക്കാം. ഇന്ന് വചനം കേൾക്കുമ്പോഴെല്ലാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ ഉത്ഥിതനായ ഈശോയുടെ വലിയ ഇടപെടലുകളാണ് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുക എന്നുള്ളത്. ആ വലിയ ഇടപെടല് ഇന്നെല്ലാ ജീവിതങ്ങളിലും സംഭവിക്കണം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഫെബ്രുവരിയിൽ നമ്മൾ നടത്തിയ ശുശ്രൂഷയില് കർത്താവ് ഓൺലൈൻ ധ്യാന ശുശ്രൂഷ അനേക ജീവിതങ്ങളിലാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുക. ഇന്നലെ ഒരു മകന് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. 10 വർഷമായിട്ട് ആ വ്യക്തിക്ക് ഭാര്യയോടൊപ്പം ആയിരിക്കാൻ പറ്റാ വിസ റിജക്ട് ചെയ്തായിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എന്നാല് കർത്താവ് നമ്മുടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന്റെ വലിയ ഇടപെടലിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനും കുഞ്ഞുങ്ങൾക്കും കർത്താവ് ജർമ്മനിയിലെ ഫാമിലിയായിട്ട് ഒരുമിച്ച് താമസിക്കാനുള്ള വിസ അടിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. എന്റെ അടുത്ത നാളിൽ ഒരു വ്യക്തി മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. എഫാത്ത ഗ്രൂപ്പിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഗശാന്തി ശുശ്രൂഷയുടെ സമയത്ത് കർത്താവ് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ, പ്രത്യേകിച്ച് 12 വർഷമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത വിധത്തില് അദ്ദേഹം വേദനയിലായി. വേദന കൊണ്ട് ആ വേദന ഇങ്ങനെ കയ്യിലേക്കെല്ലാം ഇറങ്ങി, ഉറങ്ങാൻ പറ്റില്ല, മരുന്നൊന്നും കൊണ്ട് പ്രയോജനങ്ങളില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഫാമിലി വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്താണ് നമ്മുടെ ശുശ്രൂഷയിൽ അവർ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത സമയത്ത് കർത്താവ് വലിയൊരു സൗഖ്യം കൊടുക്കുകയും കഴിഞ്ഞ ദിവസം എത്രയും ദിവസം വെയിറ്റ് ചെയ്ത് ഏപ്രിൽ 26-ാം തീയതിയാണ് സാക്ഷ്യപ്പെടുത്തുക. അന്ന് മുതൽ ഇന്ന് വരെ ഒരു തുള്ളി പോലും വേദന അനുഭവിക്കാതെ സുഖമായി ജോലി ചെയ്യാനും കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ സാക്ഷ്യങ്ങൾ പറയാൻ തുടങ്ങി അനേക സാക്ഷ്യങ്ങളുണ്ട്. ഈശോ നമ്മുടെ ശുശ്രൂഷയിലൂടെ കർത്താവ് അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്ന ഈശോ, രോഗികളെ സുഖപ്പെടുത്തിയ ഈശോ, ഹൃദയം തകർന്നവരെ സമീപിച്ച ഈശോ, നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്ന ഈശോ, മരിച്ചവനെ ഉയർപ്പിച്ച ഈശോ, ആ ഈശോ ഇന്നും ജീവിക്കുക. അതുകൊണ്ട് ഒരിക്കൽ കൂടി 2 കരങ്ങളും ഉയർത്തി നമ്മുടെ വേദനകളും ഭാരങ്ങളും ജോലിയില്ലാത്ത അവസ്ഥകളും ഫാമിലിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 ഈശോയെ നന്ദി ആരാധന ശുശ്രൂഷകൾ സംഭവിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, ഈ
ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇടപെടുക തന്നെ ചെയ്യും. തള്ളിക്കളയാതെ കൂടെ വർദ്ധിക്കുന്ന ഒരു ഈശോയെ കാണാൻ പറ്റും. ചേർന്ന് നിൽക്കുന്ന ഒരു ഈശോയെ നിനക്ക് അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ട മക്കളെ, അത് കെട്ടുകഥയല്ല, അത് ജീവിക്കുന്ന ദൈവത്തിന്റെ ഇടപെടലാണ്. വിശ്വസിക്കുക. കർത്താവേ, വിശ്വസിച്ച് ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവിന്റെ വചനം 139 സങ്കീർത്തനം 5 വചനം, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എന്റെ മേലുണ്ട്. സങ്കീർത്തനം 27:1, കർത്താവിന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവിന്റെ ജീവിതത്തിന്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇനി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും വിവിധങ്ങളായ രോഗസൗഖ്യങ്ങളായി, ജോലി മേഖലകളിലെ തടസ്സങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥകളായി, കർത്താവെ അവിടുന്ന് ദുശീലങ്ങൾ എടുത്തു മാറ്റുന്ന വലിയ കൃപ നീ ആലയത്തിൽ ഈ മക്കളെ മേലെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തിയോടെ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല മക്കളുടെയും ജീവിതത്തിലോട്ട് നൽകുന്നുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മേ, ശുശ്രൂഷയുടനീളം ഉണ്ടാകണമേ. അമ്മേ, ഓരോ മക്കളുടെയും മേൽ കർത്താവിന്റെ കൃപ ഒഴുകാൻ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എല്ലാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരാദ്യ വെള്ളിയാഴ്ച കൂടി ഈശോ നമുക്ക് നൽകിയതോർത്ത് നമുക്ക് നമ്മുടെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയും. പ്രത്യേകിച്ച് ഉത്ഥിതനായ ഈശോയുടെ വലിയ സന്തോഷവും അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ സ്വന്തമാക്കുന്ന ഈ സമയം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് അനേകം മുത്തുമണികൾ ഈശോ ഈ കൂട്ടായ്മയിലുള്ള പല മക്കളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്നുണ്ട്. അത് അനുഗ്രഹത്തിന്റെ വർഷമാണ്. വിശ്വസിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എനിക്ക് വലിയ ഉറപ്പാണ്, നമ്മുടെ ഈശോ നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈശോ അത് ചെയ്യും. നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് സംഭവിക്കുക. ഞാൻ ഈ ഏപ്രിൽ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ അയർലൻഡിലുള്ള നോക്ക് ദേവാലയത്തിൽ എനിക്കൊരു ധ്യാന ശുശ്രൂഷയുണ്ടായി. ആ ദേവാലയത്തിലെ ധ്യാന ശുശ്രൂഷ കഴിഞ്ഞ് ഒത്തിരി മണിക്കൂറുകളോളം എനിക്ക് ആളുകളെ ഇങ്ങനെ കാണാനായിട്ട്, ആൾക്കാരിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നു. അപ്പൊ അതിന്റെ അവസാനത്തെ നിരയിൽ ഒരു കുഞ്ഞു വാവയെ എടുത്തുകൊണ്ട് ഒരു ചെറുക്കനും പെണ്ണും എൻ്റെ അടുത്ത് വരികയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളെ ഒന്ന് നോക്കിക്കേ, ഞങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അവർ പറയുകയാണ്, സിസ്റ്ററെ
9 വർഷങ്ങൾക്ക് മുമ്പ് 9 വർഷങ്ങൾക്ക് മുമ്പ് സിസ്റ്റർ ഞങ്ങളോട് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇവരോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ആ സിസ്റ്റർ പാറയിലിരുന്ന് ഞങ്ങളോട് സംസാരിച്ച് ഇവരിങ്ങനെ വിശദീകരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഏത് സ്ഥലത്താണെന്നൊക്കെ വെച്ച്. എന്നോട് പറയാണ് അന്ന് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അന്ന് 6 വർഷങ്ങൾ പിന്നിട്ടു. ഒരു കുഞ്ഞുവാവയില്ലാതെ ഒത്തിരി സങ്കടപ്പെടുകയാണ്. കാരണം PCOD അങ്ങനെ ഒത്തിരി പല വിധത്തിലുള്ള ബുദ്ധിമുട്ട്, നിൽക്കാത്ത ബ്ലീഡിങ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞ് എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. പല വിധത്തിലുള്ള റിവേഴ്സുകളൊക്കെ യൂസ് ചെയ്തു, പക്ഷെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് കർത്താവ് അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തന്നൊരു മെസ്സേജ് ഇതായിരുന്നു: നിങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് ഈശോ അനുഗ്രഹിക്കും. അതായിരുന്നു ഈശോ എനിക്ക് തന്നൊരു മെസ്സേജ്. അപ്പോൾ അത് ഞാൻ അന്ന് അവരോട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് പറയുന്നത്. പിന്നെ നമുക്ക് അവരെ കുറിച്ച് അറിയില്ല. കാരണം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ഒരാൾ കസിന് ആണെന്ന് പറഞ്ഞ് വിളിച്ച് ഈ പെൺകുട്ടി കരഞ്ഞത് എന്റെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ എന്നോട് പറയാണ്, സിസ്റ്ററെ അന്ന് സിസ്റ്ററിനോട് ഈശോ പറഞ്ഞ ഈ കുഞ്ഞാണിത്. വർഷങ്ങൾക്ക് ശേഷം നാട്ടിലല്ല, ഞാൻ UK-ലല്ല, അയർലൻഡിൽ ചെന്ന് നോക്കുപള്ളി ധ്യാനം ചെയ്യുമ്പോൾ ഇവര് 4.5 മണിക്കൂർ വണ്ടി ഓടിച്ച് അവിടെ വന്നിരിക്കുകയാണ്. എന്തിനാ? ഈ കർത്താവ് തന്ന ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ മുൻപിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മളൊക്കെ എത്രയോ നിസ്സാരരാണ്. പക്ഷെ വിശ്വസിച്ച് കഴിയുമ്പോ ഈശോയുടെ വചനങ്ങൾ അടയാളങ്ങളായി നമ്മുടെ ജീവിതത്തിലോട്ട് വരും. നമ്മുടെ വിശ്വാസം ഓരോ തവണയും ആഴപ്പെടുത്തണം എന്നുള്ളതാണ് ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം. ഉത്തിതനായ ഈശോയിൽ വിശ്വസിച്ചവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ട്. ഉത്തിതനായ ഈശോ 500-ലധികം ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ഈശോ നമ്മുടെ മുൻപില് ഉണ്ടാകണം. നമ്മുടെ മുമ്പില് കർത്താവ് കാണപ്പെട്ട് നമ്മളോട് സംസാരിക്കണം, നമ്മുടെ കൂടെ നടക്കണം. ആ സാന്നിധ്യത്തിന്റെ നിറവില് ജീവിക്കാനാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചിന്തിക്കാനും ധ്യാനിക്കാനുമായി ഒരു അരമണിക്കൂർ സമയം കർത്താവിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് എനിക്ക് തന്ന വചനം ഇതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ. അത് കാനാൻകാരിയുടെ വിശ്വാസത്തെ കുറിച്ചാണ് നമ്മുടെ വചനം കാണുന്നത്. വചനം ഇങ്ങനെയാണ്: യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. കർത്താവ് അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ സെന്റ് അഗസ്റ്റിൻ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: യഹൂദ ജനങ്ങൾക്കും അപ്പുറത്തേക്ക് കർത്താവിന്റെ കൃപയും രക്ഷയും യഹൂദരല്ലാത്തവരിലേക്ക് കൊടുക്കാൻ ആ ഈശോ യാത്ര പുറപ്പെടുന്നു എന്നുള്ളതാണ് അവിടുത്തെ വചനത്തിന്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കൃപയുടെ ആഴം സ്വന്തമാക്കാനായി വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. ആ കൃപയ്ക്ക് പരിധിയില്ല, പരിമിതികളില്ല. അത് ആരൊക്കെ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്നു അവരിലേക്ക് അത് ധാരാളമായി പകരപ്പെടും എന്നുള്ളതാണ് കർത്താവിന്റെ വചനത്തിലൂടെ നമ്മൾ കാണുക. വീണ്ടും നമ്മളെ വചനത്തിൽ വായിക്കുകയാണ്: എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു. അവന് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവെ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി. ഈശോ പറഞ്ഞൊരു വചനം ഇതാണ്: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസത്തിന്റെ വലിപ്പം അനുസരിച്ചാണ് ആഗ്രഹത്തിന്റെ പൂർത്തീകരണമെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളിവിടെ ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഈ കാനാൻകാരിയെ എടുത്തു വെക്കുമ്പോൾ കാനാൻകാരിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചാഞ്ചല്യപ്പെടാത്ത, മാറ്റിമറിക്കാനാവാത്ത ഒരു വിശ്വാസത്തിന്റെ ഉടമയാണ് ഈ കാനാൻകാരി.
എന്തൊക്കെ സംഭവിച്ചാലും, എത്രയൊക്കെ തടസ്സങ്ങൾ മുമ്പിൽ വന്ന് നിന്നാലും മാറ്റമില്ലാത്ത ഒരു വിശ്വാസത്തിന്റെ ഉടമയായി കാണപ്പെടാനാണ് ഈ കാനാൻകാരിയെ സുവിശേഷം നമ്മൾക്ക് വെളിപ്പെടുത്തി നൽകുന്നത് പ്രിയപ്പെട്ടവർ. പിന്നെ രണ്ടാമതായി അവളുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, അവൾ യേശുവിന്റെ പിന്നാലെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിർബന്ധിക്കപ്പെട്ട് പെർസിസ്റ്റൻസ്, സ്ഥിരമായി നിൽക്കുന്ന ഒരു വിശ്വാസവും കൂടി കാനാൻകാരി നമ്മൾ കാണും. ചഞ്ചലിക്കപ്പെടാത്തൊരു വിശ്വാസം. രണ്ടാമതായി അത് നിലനിൽക്കുന്ന ഒരു വിശ്വാസം നമ്മൾ കാണുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ അവളെ കുറിച്ച് കാണുമ്പോൾ അവളുടെ അഗാധമായ എളിമയാൽ കൃപ സ്വന്തമാക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഈ കാനാൻകാരിയിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമ്മൾ കാണുന്നത്. എന്നാൽ ഈ കാനാൻകാരിക്ക് കിട്ടുന്നത് അനേക റിജക്ഷൻസ് ആണ്. ഈശോ തന്നെ അവളെ ആദ്യം പരീക്ഷിക്കണം, ഒന്ന് പരിശോധിച്ച് നോക്കിയാണ്. ഒരു ടെസ്റ്റിങ്ങിന് അവളെ വിട്ടുകൊടുക്കുന്നു. ശിഷ്യന്മാർ അവളെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. റെക്കമെൻഡേഷൻസിനായി അവൾക്ക് അവിടെ ആരുമില്ല. അങ്ങനെ എല്ലാ വിധത്തിലും, അതുപോലെ തന്നെ ഒത്തിരി എളിമപ്പെടുത്തുന്ന വിധത്തിലുള്ള ഈശോയുടെ വാക്കുകളെല്ലാം അവളുടെ മുൻപിലുണ്ട്. നമ്മളിവിടെ ഈ വചനം മുഴുവൻ ആഴമായിട്ട് പരിശോധിക്കുമ്പോൾ ജീവിതത്തില് പ്രാർത്ഥിക്കാനായി വന്ന ഒരു സ്ത്രീയായി കാനാൻകാരി നമ്മൾ ആദ്യം കാണുകയും, അവള് കർത്താവിന്റെ അടുക്കല് പ്രാർത്ഥിക്കാനായി വരുമ്പോ അവൾക്ക് കിട്ടുന്നത് തടസ്സങ്ങളാണ് അവളുടെ മുൻപിൽ. യേശുവിനെ സമീപിച്ചപ്പോഴും യേശുവിനോട് പറഞ്ഞപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളാണ് അവളുടെ മുൻപിലുള്ളത്. എന്നാല് പതറിപ്പോകാത്ത ഒരു വ്യക്തിയെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ പലപ്പോഴും കർത്താവിന്റെ മുൻപിൽ യേശുവിന്റെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ പറ്റാതെ എല്ലാവരും ഒരു നിശബ്ദതയിലേക്ക് മാറുന്ന നമ്മളെ കാണുന്നുണ്ട്. വിശ്വാസം പ്രഘോഷിക്കാൻ പോലും ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ പല പല ന്യായീകരണങ്ങളും കാരണങ്ങളും പറഞ്ഞ് നിശബ്ദമാക്കപ്പെടുന്ന ഒരു സമൂഹം. വിശ്വാസം പ്രഘോഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിശബ്ദത പാലിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്. അത് നമ്മളും ആ കൂടുതൽ പെടുകയാണ്. സത്യത്തില് ഇന്ന് നമ്മൾ ഓരോരുത്തർ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ വ്യക്തിഗതത്തോടൊക്കെ നോക്കുമ്പോൾ വിശ്വാസം പ്രഘോഷിക്കുന്ന ഒരു നിശബ്ദത നമ്മൾ കാണുന്നുണ്ട്. റിസ്ക് എടുക്കാനാവാത്ത ഒരു നിശബ്ദ സമൂഹത്തെയാണ് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് കർത്താവ് ഈ കാനാൻകാരി നമ്മുടെ മുമ്പിലോട്ട് എടുത്തു വെക്കുമ്പോൾ അവരുടെ മുൻപിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് വിശ്വാസത്തെ ഏറ്റുപറയാൻ തക്ക വിധത്തിൽ അവളെ സ്വയം ഒരു നായും നായ്ക്കുട്ടിയുമാക്കി, അവളുടെ കുഞ്ഞിനെ ഒരു നായും നായ്ക്കുട്ടിയുമാക്കി അവൾ പറയുകയാണ്. കർത്താവ് പറയാണ്, നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല എന്ന് പറയുമ്പോൾ അവളുടെ മുൻപ് വെച്ച് കർത്താവ് അവളോട് പറയുകയാണ്, മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല എന്ന് പറഞ്ഞ് അവളെ അത്ര ഇൻസൾട്ട് ചെയ്യുകയല്ല. അവളുടെ വിശ്വാസത്തെ ഈശോ ചലഞ്ച് ചെയ്യുകയാണ്. അവളുടെ വിശ്വാസത്തെ ഈശോ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്, ഒന്ന് ചലഞ്ച് ചെയ്യണം, ഒന്ന് വെല്ലുവിളിക്കുകയാണ്. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും ഈ കർത്താവ് ഇതുപോലെ നമ്മളെ ചലഞ്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്താനുള്ള ചില പരീക്ഷണങ്ങൾ മുമ്പിലോട്ട് വരുമ്പോൾ നമ്മൾ കർത്താവിനോട് മറുതലിക്കുന്നതാണ് നമ്മുടെയൊക്കെ പ്രത്യേകത. എന്നാൽ ഇവളങ്ങനല്ല. നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കും ഉചിതമല്ലെന്ന്, അതേ കർത്താവേ ഞാൻ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എളിമയുടെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയെ നമ്മളിവിടെ കാണുന്നുണ്ട്. അവിടെയാണ് ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാകുന്ന വിശ്വാസത്തിന്റെ തോത് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ തോത് ആഗ്രഹ പൂർത്തീകരണത്തെത്തും വരെ വളർന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതം എളിമയിൽ നിന്ന് എളിമയിലേക്ക് നമ്മൾ സ്വയം താഴുമ്പോഴാണെന്ന് ഈ കാനാൻകാരി നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഈ കാനാൻകാരിയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഇന്ന് എത്രയോ പേരാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത്. എത്രയോ വ്യക്തികളാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ കുർബാന മധ്യയെ പ്രസംഗിച്ചത് എന്നെ ഒരുപാട് ടച്ച് ചെയ്തു. അദ്ദേഹം പറയുകയാണ്, പലരും നമ്മൾ ഈ നാളുകളിലൊക്കെ കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നൊരു വചനമാണ് നമ്മൾ 3:16 2-ാം ഭാഗത്ത് നമ്മൾ കാണുക. തന്റെ ഏകജാതൻ ഒരു നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയെന്ന്. അപ്പോൾ അച്ഛൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഈശോയോട് എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ, ഈശോയെ എന്തുകൊണ്ട് നീ എന്നെ ഇത്രയധികം സ്നേഹിച്ചു എന്ന്? എന്തുകൊണ്ട് നീ എൻ്റെ കുടുംബത്തെ ഇത്രയധികം സ്നേഹിച്ചു? എന്തെങ്കിലും മേന്മ നമുക്കുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ദൈവം എന്നെ ഇത്രയധികം സ്നേഹിച്ചു? നമ്മളിങ്ങനെ കാണുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു ഉദാഹരണം ഇതാ, കൊച്ചു കുഞ്ഞിനെ കൊണ്ട്
എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരമ്മ. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, അച്ഛന്റെ സഹോദരന് കുഞ്ഞുവാവയുണ്ട്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചു ഓടി വന്ന് മേത്തോട്ട് കയറും. അപ്പൊ ഈ കൊച്ചിനെ എടുത്തോട് പിടിച്ചു നിൽക്കുക. എടുത്തു പിടിച്ചു നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കൊച്ചിനെ താഴെ വെക്കണം, അല്ലാതെ പറ്റില്ല, കാരണം പറ്റുന്നില്ല. അച്ഛൻ പറയുകയാണ്, എന്നാൽ ഈ കൊച്ചിന്റെ അമ്മ ഈ കുഞ്ഞിനെ എടുത്തു പിടിച്ച് മണിക്കൂറുകൾ നിൽക്കുകയാണ്. കുർബാനയ്ക്ക് മുഴുവൻ സമയം നിൽക്കുന്നത് കാണാൻ പറ്റുക. യാത്ര ചെയ്യുമ്പോൾ അല്ലേ ഈ കൊച്ചിനെ എടുത്തു പിടിച്ച് നിൽക്കുകയാണ്. അമ്മയ്ക്ക് ക്ഷീണമില്ലാത്ത വിധത്തിൽ സ്നേഹത്തിന്റെ ഒരു അതിപ്രസരം അമ്മയുടെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ ഇതുപോലെ ഈ കുഞ്ഞിനെ താങ്ങി പിടിച്ചിരിക്കുന്നത്? അപ്പോൾ ദൈവം എന്തുകൊണ്ടായിരിക്കാം എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ദൈവം എന്നെ ഇത്രയധികം സ്നേഹിച്ചത്? ഓരോരുത്തരും പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അത് കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രതിസന്ധികളും റിജക്ഷൻസും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഓടിപ്പോകില്ല. അപ്പോൾ ഈ സ്നേഹം നമ്മളിൽ നിറയാത്തത് കൊണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ നമ്മൾ ഓടിപ്പോകും. നമുക്ക് പറ്റുന്നില്ല. അവിടെ പരാതികളായി, പരിഭവങ്ങളായി, പ്രാർത്ഥനകൾക്ക് അധികമായി തോന്നിത്തുടങ്ങി. അങ്ങനെ നമ്മൾ നിശബ്ദതയിലേക്ക് പോവുകയാണ്. നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നതിന് പകരം നിശബ്ദതയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുന്നുണ്ട് എന്നുള്ളത് വലിയ സത്യമാണ് പ്രിയപ്പെട്ടവർ. ഇന്ന് ക്രിസ്തീയ സമൂഹം വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ നിശബ്ദത പാലിക്കുന്നത് കൊണ്ടാണ് വിശ്വാസത്തിന്റെ തലത്തിൽ നമുക്ക് വളർച്ചയില്ലാതെ പോകുന്നത്. അത് വലിയൊരു സത്യമാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുന്ന നിശബ്ദരായിരിക്കേണ്ടവരല്ല, വീണ്ടും വീണ്ടും കർത്താവിനെ പ്രഘോഷിക്കുന്നതിൽ സ്വരമുയർത്തേണ്ടവരാണ് നമ്മൾ അതിന് തുനിയുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഇടവകയും നമ്മുടെ സഭയും എല്ലാം നമ്മൾ ആഴമായിട്ട് പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെയോ വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ കർത്താവെ നിശബ്ദ പാലിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ നമ്മൾ ചിന്തിക്കണം. കാനാങ്കരുടെ വിശ്വാസത്തെ നമ്മുടെ മുമ്പിലോട്ട് എടുത്തു വെക്കുമ്പോൾ, കർത്താവെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിശ്വാസം പ്രഘോഷിക്കുന്ന നിശബ്ദതയല്ലാതെ വീണ്ടും വീണ്ടും അത് പ്രഘോഷിക്കാൻ തക്ക വിധത്തിൽ ആഴമായ സ്നേഹം എനിക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. തടസ്സങ്ങളുടെ മുൻപിലും വീണ്ടും വീണ്ടും അത് ഏറ്റുപറയാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് നൽകാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ പലരും, ഭൂരിപക്ഷം ആളുകളും വീണ്ടും വീണ്ടും വീണു പോവുകയാണ്. എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തോടെയാണ് എല്ലാ മക്കളും നമ്മൾ ഓരോരുത്തരും എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കാന്നില്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തിനു പ്രാർത്ഥിക്കണം? അങ്ങനെ മൊത്തത്തോടെ എല്ലാവരും ഒരു വിധത്തിലേക്ക് മറ്റു വിധത്തിൽ ഒന്നിനും വില കൊടുക്കുന്നില്ല. ജീവന് വില കൊടുക്കുന്നില്ല, ജീവിതത്തിന് വില കൊടുക്കുന്നില്ല, അങ്ങനെ എല്ലാത്തിലും വില കൊടുക്കുന്നില്ലാത്തൊരവസ്ഥ. മറ്റൊരു വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കമന്റാണ്. ഒരു വൈദികൻ ഒരിക്കൽ പറയുകയാണ്, ഞാൻ ഇത്രയധികം കുർബാനകൾ അർപ്പിച്ചിട്ടും ഇതുവരെ ഒരു മിശിഹായായി മാറാൻ എനിക്ക് പറ്റിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, ഈശോയെ ഞാൻ സ്വീകരിച്ചത് എൻ്റെ തൂക്കത്തിനൊപ്പം അത്രമാത്രം ഈശോയെ സ്വീകരിച്ചു. കാരണം എൻ്റെ വർഷങ്ങളോളം ഞാൻ കുർബാന അർപ്പിച്ചു. ഇപ്പൊ ഞാൻ കുർബാനകൾ സ്വീകരിച്ചപ്പോൾ എൻ്റെ തൂക്കത്തിന് അത്രയും കുർബാനകൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മിശിഹായായി മാറിയില്ല ഞാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ നാളുകളായി ദേവാലയങ്ങളിലേക്ക് പോകുന്നു, കുർബാനകൾ സ്വീകരിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഈ കുർബാനകൾ നമ്മൾ സ്വീകരിച്ചതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇതുവരെ ഒരു മിശിഹായായി മാറാൻ പറ്റിയിട്ടില്ലാത്ത ഒരു തലം നമ്മളിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. എവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആ പ്രഘോഷണം? എവിടെയാണ് നമ്മുടെ വിശ്വാസം? ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നായിയും നായ്ക്കുട്ടിയുമായി സ്വയം എളിമപ്പെടുത്തുക. നമ്മൾ പറയണം, അതേ കർത്താവേ, നായ്ക്കൾ പോലും യജമാനന്മാരുടെ മേശയിൽ വീഴുന്ന അപ്പ കഷ്ണങ്ങൾക്ക് തൃപ്തി അടയുന്നുണ്ടല്ലോ, നീ എന്തുകൊണ്ട് എന്നെ അങ്ങനെ വിളിച്ചു എന്നല്ല അവള് ചോദിച്ചേ, അല്ലെങ്കിൽ ഞാൻ എന്നെ മാറ്റി നിർത്തിയല്ലോ, ചെറുതാക്കി കാണിച്ചല്ലോ എന്നല്ല പറഞ്ഞത്. മറിച്ച് താഴ്മയിലേക്ക് പോകുന്ന ഒരു വിശ്വാസത്തിന്റെ തലമുണ്ട്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം വളരുന്നില്ല എങ്കിൽ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ദൃശ്യമാകുന്ന വിധത്തിൽ പ്രകടമാകുന്നില്ലെങ്കിൽ, വിശ്വാസി എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും ഒരു മിശിഹായായി മാറുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലോട്ട് കൃപയ്ക്ക് മേൽ കൃപയാണ്, അർഹതയില്ലാത്ത കൃപ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് പകരപ്പെട്ട കൃപ എന്നിലേക്ക് അങ്ങ് ചൊരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും ഞാൻ വളരെ ദൂരം പോകാനുണ്ട്. ആ ഒരു തലത്തിലേക്ക് ചഞ്ചലപ്പെടാത്ത കർത്താവെ ഒരു കൃപ, നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ കൃപ
എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരിക്കൽ കൂടി ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഉത്തിതനായ ഈശോ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്തത് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ്. വിശ്വസിക്കുന്നതോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടാകും. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിന് മുൻപില് സ്വയം എളിമപ്പെടുത്തി അവന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോഴാണ് ഒരു ക്രിസ്തുവായി മാറാനുള്ള നമ്മുടെ ശ്രമമാണ്. വിളിച്ചു വിളിച്ചു പറയണം. ആദിമ സഭാ സമൂഹം യേശുവിനെ വിളിച്ചു പ്രഘോഷിച്ചപ്പോഴാണ് സഭ വളർന്നതും വിശ്വാസത്തിന്റെ അടയാളങ്ങൾ സംഭവിച്ചതും എല്ലാം. അതുകൊണ്ട് നമുക്ക് നമ്മളാകുന്ന സമൂഹത്തിൽ ആയിരിക്കുന്നിടത്ത് യേശുവിനെ പ്രഘോഷിക്കാൻ തക്കത്തിലുള്ള വലിയ കൃപയുടെ വിശ്വാസം കർത്താവെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ചേ. നമ്മൾ നിശബ്ദമായ എല്ലാ സാഹചര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഇന്നോളം നിശബ്ദമായ സാഹചര്യങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, നിന്നെ പ്രഘോഷിക്കുന്ന കുറവ് വന്ന നിമിഷങ്ങളുണ്ട്. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഈ മക്കളെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും നിന്നെ ഏറ്റുപറയാൻ തക്ക വിധത്തിൽ വിശ്വാസത്തിന്റെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവിനെ പ്രഘോഷിക്കാൻ തക്കവത്തിൽ വലിയ കൃപയുടെ നിഴലിലേക്ക് ഈശോയെ എന്നെ ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഈശോയെ ആരാധന ആരാധന ആരാധന. കർത്താവേ മഹത്വം മഹത്വം മഹത്വം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ. കരങ്ങളെല്ലാം ഉയർത്തി സ്തുതിക്കുന്ന ഹല്ലേലൂയ. സ്തുതിക്കുന്ന ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തുതിക്കുന്ന ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമതു നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്ത് ബഹുജാതികൾക്കു പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ചാൽ ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വാസം വർദ്ധിപ്പിക്കണേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ അപ്പാ. വിശ്വാസം വർദ്ധിപ്പിക്കണേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഹല്ലേലൂയ
യേശുവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ആരാധന 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 യേശുവേ. എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഓർത്ത് എന്തേന്നോർത്ത് ഞാൻ കരയുന്നുണ്ട്. യേശോയെ, ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാനാൻകാരി കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, നീ എന്നിൽ കനിയണമേ എന്ന്. അനേക യഹൂദ ജനങ്ങൾക്ക് പോലും അറിയില്ല, അവളൊരു യഹൂദ സ്ത്രീയുമല്ല. എന്നിട്ടും അവൾ ഈശോയെ തിരിച്ചറിഞ്ഞു വിളിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. വലിയ സത്യം തിരിച്ചറിഞ്ഞ് പ്രഘോഷിക്കണം. അവിടെയാണ് വിശ്വാസത്തിന്റെ ഫലങ്ങൾ നിനക്ക് കാണാൻ പറ്റും. കർത്താവ് ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചേറ്റു പറഞ്ഞാൽ, അവർ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിച്ചേറ്റു പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിന്റെ കരച്ചിലുകളുടെ മുമ്പിൽ ഈശോ വന്ന് നിൽക്കും. ആ അമ്മ തന്റെ മകൾക്ക് വേണ്ടി കരയുകയാണ്. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഒരുപക്ഷെ അനേക മാതാക്കള് സ്വന്തം കുഞ്ഞിന് വേണ്ടി കരയുന്നുണ്ട്. തോളിൽ ചില ഭാരങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. മക്കളെ ഓർത്തുള്ള വലിയ ഭാരം നിശബ്ദമായി നീങ്ങുന്ന അനേകം അമ്മമാർ ഒരുപക്ഷെ ഈ കൂട്ടായ്മയിലുണ്ടാകും. കുടുംബജീവിതത്തിന്റെ വലിയ ഭാരങ്ങൾ എടുക്കുന്ന മക്കളുണ്ടാകും. കാനാൻകാരി സ്ത്രീയെ പോലെ നീ കരയണം വിശ്വാസത്തോടെ. ഉദ്ധിതനായ ഈശോയുടെ മുൻപിൽ നീ കരയണം. തന്റെ മകൾക്ക് വേണ്ടി ഏതറ്റം വരെ എളിമപ്പെടാൻ തയ്യാറാകുന്ന ഒരു അമ്മയെ സുവിശേഷം വരച്ചു കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസത്തോടെ സ്വയം എളിമപ്പെടുത്തി, കർത്താവേ, എന്റെ വിശ്വാസത്തിൽ അടയാളങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകാൻ ഞാൻ നിന്റെ മുൻപിലാണെന്ന് എല്ലാ അമ്മമാരും പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പ്രാർത്ഥിക്കട്ടെ. അനേക മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ട്. ഈശോയെ, മക്കളുടെ രോഗമായിരിക്കാം, മക്കളുടെ സ്വഭാവ പ്രത്യേകതകളായിരിക്കാം, മക്കളുടെ ചില തീരുമാനങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തിയിട്ടുണ്ടാവും. തെറ്റായ വഴികളിലൂടെയുള്ളവരുടെ യാത്രകളായിരിക്കാം, അവരുടെ ചില തെറ്റായ ബന്ധങ്ങളായിരിക്കാം. നിന്റെ ചുമലിൽ ഭാരമായിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കും മക്കളെ. കാനാൻകാരിയെ പോലെ വിശ്വാസ നിറവ് നിന്നുകൊണ്ട് പറ, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണം, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ, എന്നിൽ കനിയണമേ അപ്പ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരയുന്ന ഒരമ്മയാ, കുഞ്ഞിനെ ഓർത്ത് കരയുന്ന ഒരമ്മ ഏതറ്റം വരെയും താഴ്ത്തപ്പെടുവാൻ, ചെറുതാകാൻ, എത്ര ദൂരം ഓടാനും, മനസ്സിലാക്കാതെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തിരിച്ചറിയുമ്പോഴും, ശിഷ്യരുടെ റിജക്ഷൻസും ഈശോയുടെ മുന്നോട്ടുള്ള നടത്തവും ഒക്കെ കണ്ടിട്ടും വീണ്ടും വീണ്ടും അവൾ ഓടുകയാണ്. അവൾ കർത്താവിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എന്നെ തള്ളിക്കളയല്ലേ എന്ന്. നമുക്കറിയാം ഈശോ അവളെ പരീക്ഷിച്ചു. ഇവിടെയൊക്കെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. വിശ്വാസം എന്ന് പറയുന്ന ജസ്റ്റ് പ്രാർത്ഥനയല്ല, ആൻസറുകൾ പെട്ടെന്ന് കിട്ടുന്ന ഒരവസ്ഥയൊന്നുമല്ല. മറിച്ച് ചില വിശ്വാസത്തിന് ചില തലമെന്ന് പറയുന്നത് ചില സൈലൻസുകളിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവം ചില സമയങ്ങളിൽ ഒത്തിരി സൈലൻസ് പാലിക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈശോ എന്തേ ഇങ്ങത്രയധികം സൈലൻസ് ആയിട്ടിരിക്കുന്നത് എന്ന്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ചില ആഗ്രഹങ്ങളായിരിക്കാം ദൈവത്തിന്റെ നിശബ്ദത നമ്മളെ ഒത്തിരി ഭാരപ്പെടുത്തുന്നതിന് കാരണമായി മാറുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ആഗ്രഹങ്ങള് നമുക്ക് ഒത്തിരി കൂടുമ്പോ ദൈവം നിശബ്ദനായിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് ഭയങ്കര ഭാരമാണ്. പക്ഷെ ഈശോ പറയുകയാണ്,
ആ നിശബ്ദതയിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുക. ചിലപ്പോൾ ചില ആൻസറുകൾ ഒന്നും ക്ലിയർ ആയിരിക്കില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോഴും നിശബ്ദത നിൽക്കാൻ പറ്റണം. ആ ഒരു വിശ്വാസം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് വേണം. അത് ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. അവളുടെ വിശ്വാസം ചെറിയ വിശ്വാസം വെക്കും, പക്ഷേ അത് ഒരുപാട് ധീരതയുള്ള ഒരു ഫെയ്ത്താണ്. അതുകൊണ്ടാണ് അവിടെ കർത്താവിന്റെ ഇടപെടല് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. അതുകൊണ്ട് അവൾ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞു, കർത്താവെ, നായ്ക്കുട്ടികളും ഭക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഈശോയോട് ആർഗ്യുമെന്റ്സ് നടത്തുന്ന ഒരു കാനാങ്കാരി അല്ല നമ്മൾ കാണുന്നത്. ഇതൊരിക്കലും ഒരു ആർഗ്യുമെന്റ്സ് അല്ല അവൾ നടത്തുന്നത്. അവൾക്ക് ആർഗ്യുമെന്റ്സ് നടത്താൻ അറിയത്തില്ല. അവള് വീണ്ടും ചെറുതായിട്ട് ഈശോയോട് പറയും, ഈശോ ഇങ്ങനെയും ഒരു വഴി ഉണ്ടല്ലോ, അതവള് ചെയ്തുള്ളൂ. അപ്പോ കാരണം അവക്കറിയാം കർത്താവിൻ്റെ ഒരു കുഞ്ഞ് ടച്ച് പോലും അത് പവർഫുള്ളാണ്. അത് മതി എൻ്റെ കുഞ്ഞിനെ ശക്തിപ്പെടുത്താൻ, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്താൻ. അതുകൊണ്ട് അവൾ വീണ്ടും സ്വയം താഴ്ത്തിയിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ പ്രണമിച്ചിട്ട് പറഞ്ഞു, കർത്താവെ, എന്നെ ഇട്ടിട്ട് പോകല്ലേ, എന്നെ തള്ളിക്കളയല്ലേ. ഈ ഒരു വിശ്വാസം വേണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ അഹങ്കാരമൊക്കെ തീരെ ചെറുതാകണം. എന്തുമാത്രം ചെറുതാ. ഇന്ന് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വലിയ ഇടപെടലുകള് ഇപ്പോൾ പലരും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും, കർത്താവെ വലിയ ഒരു ഇടപെടല് സംഭവിക്കട്ടെ. പക്ഷെ സംഭവിക്കാം, ദൈവം ചെയ്യും. പക്ഷെ നമ്മൾ സ്വീകരിക്കാണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ് അത് ഇച്ചിരി വലുതായിട്ട് എനിക്ക് തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ഈ കാനാകാരുടെ ജീവിതത്തിൽ അവൾ വലിയൊരു സാക്ഷിയായിട്ട് മാറുകയാണ്. അവളുടെ ജീവിതം കർത്താവ് മൊത്തം ഒരു സാക്ഷ്യമാക്കി മാറ്റുകയാണ്. അവള് കർത്താവിന്റെ തിരുവചനത്തിന് സാക്ഷ്യം വഹിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകളും സിറ്റുവേഷൻസും സാഹചര്യങ്ങളും കൊണ്ട് ചെറുതായി പോകരുത്. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ കൊണ്ട്, പ്രഷർ കൊണ്ട് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും കുറഞ്ഞു പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു മകൻ എന്നോട് പറയുകയാണ്, സിസ്റ്ററെ, നല്ലൊരു ചെറുപ്പക്കാരനാണ്, പക്ഷെ സാമ്പത്തികമായിട്ട് ഒട്ടും നേട്ടമില്ല. ഒരു ഭയങ്കര നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ അവനിങ്ങനെ എന്താ പറയുക, ഒത്തിരി പാർട്ടികളൊക്കെ ആഘോഷിക്കും, അങ്ങനെയൊക്കെ, കള്ളുകൂടി അങ്ങനെയൊന്നും അല്ല, പക്ഷെ അങ്ങനെ ഒരു രീതിയിലുള്ള കുറച്ച് അടിച്ചുപൊളി ജീവിതമാണ്. പക്ഷെ സാമ്പത്തികമായിട്ട് നേട്ടമൊന്നും വരുന്നില്ല. അപ്പൊ അവൻ ചെന്ന് അവന്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യണം, എന്തുകൊണ്ടാണ് ഇനിയിപ്പോ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എന്നാ ചെയ്യണം. അപ്പോ അവന്റെ കൂട്ടുകാര് അവനോട് പറഞ്ഞു, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നീ നിന്റെ ഈശോയെ ഇന്ന് ഈ കാലഘട്ടം നടക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവനൊത്തിരി സങ്കടത്തോടെ എനിക്ക് മെസ്സേജ് എല്ലാം ഇട്ടിരിക്കുകയാണ്. നീ നിന്റെ ഈശോയെ ഒന്ന് തള്ളി പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തു തരാം. പക്ഷെ ഇത് നീ പറയണം. ഒരു സ്ഥലത്ത് വന്ന് നീ ഈശോ എന്നേക്ക് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ സാമ്പത്തികത്തെ ഞാൻ ഒത്തിരി ഉയർത്തി തരാം. അന്ന് അവൻ ആ കൂട്ടുകാരുമുള്ള ബന്ധമൊക്കെ വിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ മനസ്സിന് ഭയങ്കര ഭാരമാണ്, സങ്കടമാണ്. അവിടെ നമ്മൾ ഈ കാനാങ്കാരി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ടു നിന്നാൽ നിന്റെ ഹൃദയത്തിന്റെ കുഞ്ഞു സ്വരം പോലും ഈശോ കേൾക്കും. നിന്റെ ഹൃദയം ചെറുതായിട്ട് പോലും അവനെ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ അതുപോലും ഈശോ കേൾക്കാതിരിക്കില്ല. അതാണ് ഈശോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ കർത്താവിന്റെ വലിയ പ്രത്യേകത. നമ്മുടെ കർത്താവ് അതാണ് നമ്മളെ പഠിപ്പിച്ചതും എല്ലാം. നമ്മുടെ ഈ കർത്താവ് ചെയ്ത വൻ കാര്യങ്ങള് നമ്മൾ കാണുന്നുണ്ട്. അവളുടെ കരച്ചിലും ഈശോയുടെ സൈലൻസും എല്ലാം കാണുമ്പോൾ ഈശോ എപ്പോഴും അവൾക്ക് സന്തോഷത്തിന്റെ, അവളുടെ ആത്മാവിൽ സന്തോഷിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് ഈശോ അവളെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കിയത്. അപ്പൊ നമ്മുടെ കർത്താവ് നമുക്കായിട്ട് വലിയ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. ഈശോ നമ്മളോട് സംസാരിക്കും. ഈശോ നിശബ്ദനായിട്ടിരിക്കുമ്പോഴും ഉറക്കെ വീണ്ടും വീണ്ടും അവനെ വിളിച്ച് പ്രഘോഷിക്കാൻ നമുക്ക് പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതുമെല്ലാം. ഈശോയെ, അത് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മക്കൾക്ക് അത് കിട്ടട്ടെ.
ഇങ്ങനെ ഓരോ വ്യക്തിയുടെ ഒക്കെ കാണുമ്പോൾ ഒത്തിരി മക്കളുണ്ട്, ഒത്തിരി ഫെയ്ത്തിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. ചിലര് തീർത്തും വിശ്വാസം നഷ്ടപ്പെട്ട് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്നുള്ള വിധത്തിലൂടെ പോകുന്നതും കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുക. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക കുറിച്ച് വേണമെന്നല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിൽ ക്ഷയിച്ചു പോകുന്ന വിശ്വാസം അത് കൂടുതൽ കൂടുതൽ കിട്ടണമെന്നുള്ളതാണ്. അത് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ അത് നൽകി അനുഗ്രഹിക്കണം. എത്രയോ പേരുടെ കണ്ണുനീരാ ദിനം പ്രതി കേട്ടോണ്ടിരിക്കണം. എത്രയോ പേരുടെ കണ്ണുനീരാ. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഒന്നുമല്ല, ഒരിക്കലും അത് ഡിമാൻഡല്ല. അതിങ്ങനെ വിശ്വാസത്തോടെ ഒരു കരച്ചില. കർത്താവിന്റെ മുമ്പില് വിശ്വാസത്തിൽ ഇങ്ങനെ കരയുകയാണ്. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ. എളിമപ്പെടും തോറും നിന്റെ മുമ്പില് കൃപയുടെ വാതിൽ ഈശോ തുറന്നു തരും. അപ്പൊ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. നീ കർത്താവിന്റെ ആ വലിയ സ്നേഹത്തിലേക്ക് ചേർന്ന് വരുമ്പോ ഈശോ അവളോട് പറഞ്ഞതുപോലെ, നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ വിശ്വാസം വലുതായതുകൊണ്ട് അതെല്ലാം സംഭവിക്കും. ഈ വലിയ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും എന്നോട് പറയും, ആൻമരിയ സ്റ്റേജിൽ നിന്ന് വചനം പ്രഘോഷിക്കുന്നതൊന്നുമല്ല, മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളില്, നിന്റെ ജീവിതത്തില് ഞാൻ നിന്റെ മുമ്പിൽ നിശബ്ദനായിട്ടിരിക്കുമ്പോഴും നീ എങ്ങനെ എന്നോട് പ്രതികരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിശ്വാസത്തിന്റെ വളർച്ച. അതെനിക്ക് നല്ല ബോധ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര പേരുടെ ജീവിതത്തിൽ കർത്താവ് അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തു എന്നതൊന്നും അല്ല എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാം വിശ്വാസം നമ്മുടെ സ്ട്രഗിളുകളിൽ, അവിടെ നമ്മൾ എങ്ങനെയാണ്, ഒത്തിരി സ്ട്രഗിൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ചെറുതും വലുതുമായ സ്ട്രഗിള് എല്ലാം അവിടെ ലൈഫിലുണ്ട്. അതില്ലാത്ത ഒരു വ്യക്തിയും ഇല്ല. സന്യാസത്തിലും ഉണ്ട്, പൗരോഹിത്യത്തിലും ഉണ്ട്, കുടുംബ ജീവിതങ്ങളിലും ഉണ്ട്, അനേക സ്ട്രഗിളുണ്ട്. ആർക്കും ആരുടെ സ്ട്രഗിള് മനസ്സിലാക്കാൻ അത്ര എളുപ്പത്തിൽ പറ്റത്തുമില്ല. പക്ഷെ ഇവിടെയെല്ലാം എനിക്ക് എങ്ങനെ എൻ്റെ ഹൃദയവും എൻ്റെ ഈശോയും തമ്മിലുള്ള ആ ബന്ധം അതെങ്ങനെ സാധ്യമാകാൻ പറ്റും? ശരിയാ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു ഇച്ചിരി വലിയ സ്ട്രഗിളിലൂടെ കടന്നു പോയപ്പോ എനിക്ക് തോന്നി എല്ലാരെയും ഒന്ന് വിളിച്ചു പറഞ്ഞാലോ. നമ്മളെ സഹതപിക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ട്. അവരൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ ആശ്വസിപ്പിക്കുമായിരിക്കും, ചിലപ്പോൾ നമുക്കിവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷേ എൻ്റെ ഈശോയുടെ മുൻപില് ആ നിശബ്ദതയിൽ ഉരുകുന്ന ഒരു മനസ്സോടെ അല്പസമയം പോയിരിക്കുമ്പോൾ ഒരു ഉത്തരം എനിക്ക് ഈശോ തരുമെന്നൊരു വിശ്വാസം എനിക്ക് നല്ല ബോധ്യം ഈ നാളുകളിൽ തന്നു, ഈ അടുത്ത നാളുകളിൽ തന്നു. പലപ്പോഴും ടെംപ്റ്റേഷൻ വരും അവരോടൊന്ന് പറയാം, അവരെ കുറച്ചുകൂടി എന്നോട് സഹതപിക്കും, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചവരെ കുറിച്ച് അവർ കുറച്ച് കുറ്റം പറയും. അതൊക്കെയാണ് നമ്മുടെ ഒരു ചിന്ത. പക്ഷെ അതല്ല, ഈശോ എൻ്റെ മനസ്സിനോട് സംസാരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യം കിട്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സഹനത്തിൽ തോളി ദൈവം നൽകുന്ന എല്ലാ ഭാരങ്ങളും എടുത്ത് വിശ്വാസത്തോടെ അവന്റെ മുമ്പിൽ നിന്ന് നമ്മൾ കരയുകയാണ്. ആ വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്ന് ഹൃദയത്തിന്റെ ആഗ്രഹ പൂർത്തീകരണമായ അടയാളങ്ങൾ സംഭവിക്കും. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ഈശോ, ഉത്ഥാനം ചെയ്ത ഈശോ പൗലോസിന്റെ നിഴൽ വീഴുമ്പോൾ പോലും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തുവെന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. എന്നും കുർബാന സ്വീകരിക്കുന്ന നമ്മൾ ഒരു മിശിഹായായി മാറുമ്പോൾ നമ്മളിലൂടെ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും സാക്ഷ്യ ജീവിതങ്ങളും ഉണ്ടാകുമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ചെറുതാകരുത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളില് ആഴമായത് എങ്ങനെ, എന്തുമാത്രം വളരുന്നുണ്ട്, എന്തുമാത്രം താഴ്ത്തപ്പെടാൻ നമുക്ക് പറ്റുന്നുണ്ട്, എന്തുമാത്രം ഈശോയുടെ നിശബ്ദതയിൽ നിന്ന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഈശോയോട് ചോദിക്കണം, ഈശോ അതൊക്കെ എനിക്ക് തരണം, നമ്മുടെ മക്കൾക്കും അത് കിട്ടണം. ഈ കാലഘട്ടത്തില് അത്രമാത്രം താഴ്ത്തപ്പെടുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് വിശ്വാസത്തിലൂടെ, നമ്മളുടെ വലിയ വിശ്വാസമാണ്, ഈശോയുടെ ഒരു നോട്ടം മതി എൻ്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കുക. ഈശോയുടെ ഒരു തിരിഞ്ഞു നോട്ടം, ഒരു തൊടല്, അത് മാത്രം മതി. അതൊക്കെ നമുക്ക് അറിയാം. ഒരു പവർ തിരിച്ചറിഞ്ഞപ്പോൾ അവൾ പിന്നെ ഈശോയെ വിട്ടുപോയില്ല, അവൾ ഈശോയുടെ പിന്നാലെ പിന്നാലെ പോവാണ്. അപ്പൊ നമുക്ക് വേണ്ടിയും ഈശോ തിരിഞ്ഞു നിൽക്കും, ഈശോ സംസാരിക്കും, ഈശോ പ്രവർത്തിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശോയുടെ പിന്നിൽ നിന്ന് എങ്ങോട്ടേക്ക് ഓടുന്നു? ആ ഒരു തലം ചിന്തയോടെ, പ്രാർത്ഥനയോടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മൾ അരമണിക്കൂർ ഈശോയെ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിനെ ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈശോ ഇന്ന് ഈ ശുശ്രൂഷയിൽ ചെയ്യും. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാനത് കണ്ടു. പ്രാർത്ഥനകൾ ധൂപം പോലെ സ്വർഗത്തിലേക്ക് ഉയരുന്നത് കണ്ടു. എല്ലാ മക്കളും നിങ്ങളുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലോട്ട് എടുത്തു വെച്ച്, ഈശോയെ
ഞാൻ ഇവിടെയുണ്ട്. കർത്താവ് നമ്മുടെ പരിശുദ്ധമായ അൾത്താരയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുകയും ജീവിക്കുന്ന ഈശോയുടെ മുൻപിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഉള്ളു തുറന്ന് ഞാൻ അങ്ങേ ആരാധിക്കണം. ആരും ആരെയെ ശ്രദ്ധിക്കണം. മനസ്സിൽ എങ്ങനെയൊക്കെ ഈശോയെ വിളിക്കാൻ പറ്റുന്നുണ്ടോ? കാണാൻകാരി ആരെയും നോക്കാതെ എല്ലാ റിജക്ഷൻസും എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് യേശുവിനെ സമീപിച്ചതുപോലെ ഈ അൾത്താരയിലായിരിക്കുന്ന ഈശോയെ സമീപിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ആരാധിക്കുന്നു ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ ആരാധിക്കുന്നു യേശുവേ പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു യേശുവേ പോലെ എല്ലാ മക്കളും ആരാധിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഗ്ദലന അടുത്ത് കണ്ടതുപോലെ എല്ലാ മക്കളും ഈശോയെ അടുത്ത് കണ്ട് ആരാധിച്ച് പ്രാർത്ഥിച്ചേ. ഈശോ നിന്നോട് ഈ മണിക്കൂറിൽ സംസാരിക്കണം. ഈ ആരാധനയുടെ മണിക്കൂറിൽ ഈശോ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. ഈശോയെ ഈശോയെ ജീവിക്കുന്ന ഈശോയെ തിരുവോസ്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ അവിടുന്ന് എന്റെ ജീവിതത്തോട് ഇടപെടണേ അപ്പാ. എന്റെ ജീവിതത്തോട് ഇടപെടണേ അപ്പാ. എന്റെ ഹൃദയത്തിന്റെ ഭാരങ്ങളും ആകതകളും എല്ലാം ഇവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് ആഗ്രഹിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ അപ്പാ ദൈവവലം ഭാഗയെന്നും ഇരിക്കുന്നവൻ രാജാതിരാജനായി വരുന്നവൻ ദൈവവലം ഭാഗയെന്നും ഇരിക്കുന്നവൻ രാജാധിരാജനായി വരുന്നവൻ സർവഭൂമിയുമാർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന സർവഭൂമിയുമാർക്കും അത്യുച്ചത്തിൽ കുഞ്ഞാടിനാരാധന പരിശുദ്ധ ആരാധന സർവ ഉന്നതന് ആരാധന വിശുദ്ധിയിൽ ആരാധന അങ്ങേക്കീടുന്നേ ആരാധന 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 സ്തുതിക്കുന്നു ഹല്ലേലൂയ ആരാധിക്കുന്നു ഹല്ലേലൂയ യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു യേശുവേ ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ജീവന്റെ നാഥനെ ആരാധിക്കുന്നു കരുണയെ ആരാധിക്കുന്നു ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഈശോയേ ആരാധന ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈശോ, ഇതാണ് എൻ്റെ ജീവിതമെന്ന് ഈശോയോട് നമുക്ക് പറയാം. ഭയപ്പാടുകളും ഉത്കണ്ഠകളും സങ്കടങ്ങളും വേദനകളും ഒക്കെയുള്ള നമ്മുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുക. കർത്താവിനോളം ഒപ്പം എത്താനുള്ള ആഗ്രഹമാകാം, പരിശ്രമങ്ങളാകാം, അതും ഈശോയുടെ കരങ്ങളിലോട്ട് നമ്മൾ സമർപ്പിക്കുക. നമ്മുടെ ചെറിയ വിശ്വാസത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സ്നേഹത്തോടെ എടുത്തു വെക്കാം. കർത്താവിന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വചനം: നാളെയെ കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്, നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളൂ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ ദിവസത്തെ ഞങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കാം. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ. പത്രോസിനെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിയമ്മ രോഗക്കിടക്കയിൽ കാണുന്നതാണ് കർത്താവ് ആ വീട്ടിലെ അവസ്ഥ. ബത്സയിദ കുളക്കരെ ഈശോ സമീപിക്കുമ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാൻ വയ്യാതെ വലിയ ആഗ്രഹത്തോടെ തളർന്നു കിടക്കുന്ന തളർവാദ രോഗി ഈശോ നോക്കിക്കാണുകയും, എന്റെ അപ്പ, ഇതാണ് എന്റെ അവസ്ഥ. ഓരോരുത്തരും ഈശോയോട് പറയട്ടെ, പരിശ്രമങ്ങളുള്ള ജീവിതമാണ്, നിസ്സഹായതയുടെ അവസ്ഥകളായിരിക്കാം. കർത്താവെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. കർത്താവെ, രണ്ടറ്റം കൂട്ടിമുട്ടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളായിരിക്കാം. ഉറങ്ങാനാവാത്ത രാത്രികളുടെ മുൻപിലായിരിക്കാം നീ ആയിരിക്കുന്നത്. ഈശോയുടെ കരങ്ങളിലോട്ട് സമർപ്പിക്കും. നാളെ എന്തെന്നറിയില്ലാതെ പൊട്ടിക്കരയുന്ന അവസ്ഥയായിരിക്കും. ഈശോയെ, എല്ലാം നിനക്ക് സമർപ്പിക്കുക. 1 പത്രോസ് 5-ാം അധ്യായം 6-7 വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഉത്കണ്ഠ മൂലം ആയുസ്സിന് ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന മുഴുവൻ അവസ്ഥകളെയും ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിന്റെ പക്കലോട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഭയം, ഉത്കണ്ഠയും എന്ന ശിഷ്യരുടെ സമൂഹത്തിലേക്ക് ഈശോ കടന്നു വന്നവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ, നിങ്ങൾക്ക് സമാധാനമെന്ന് ഈശോ അരുളി ചെയ്തു. ഇവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ശിഷ്യർക്ക് അവിടുന്നതാ കർത്താവ് നെരിപ്പോടിന്മേൽ അപ്പവും മീനും ഒക്കെ റെഡിയാക്കി വെക്കുന്ന കർത്താവിനെ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങൾ അറിയുന്നവരാണ്. വിശ്വസിക്ക്, എല്ലാ മക്കളും വിശ്വസിച്ച്, എന്റെ ഈശോ എന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ഹൃദയം തുറന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ നന്ദി. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. വിശ്വസിക്കാനാകാരിയെ പോലെ ഈശോയുടെ മക്കളോട് ജീവിതം ചേർത്ത് വെച്ച് കർത്താവെ, ആത്മീയ തളർച്ചയുള്ള മക്കള്, ശാരീരിക തളർച്ചയുള്ള മക്കള്, മനസ്സിന്റെ തളർച്ചയുള്ള മക്കള്, ജീവിത ഭാരം ഏറ്റെടുക്കാൻ പറ്റാത്ത മക്കൾ, അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ. ഒരു കുടുംബത്തിൽ 3 കുഞ്ഞുങ്ങൾ ഓട്ടിസം ബാധിച്ചു. കർത്താവ് 3 കുഞ്ഞുങ്ങളെ ഓട്ടിസത്തിന് വിധേയമാക്കി അവർക്ക് കൊടുത്തിരിക്കുക. ആ വലിയ വേദനയെ നമുക്ക് സമർപ്പിക്കാം. ഒരപ്പന്റെ 2 മക്കളും മാനസിക രോഗം, ജീവിത പങ്കാളിക്ക് മാനസിക രോഗം, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ സമർപ്പിക്കും. ഈശോ നമ്മളെ കാണുന്നു.
പക്ഷെ നമ്മളെ അറിയുന്നു. കർത്താവേ, എന്നെ കാണുന്ന എൻ്റെ കർത്താവേ, നിന്റെ വചനത്തിന്റെ ശക്തിയാണ്, നിന്റെ കൃപയുടെ ശക്തിയാണ് എൻ്റെ ജീവിതത്തിലോട്ട് തകർച്ചകളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ വചനം. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. കർത്താവേ, ആ വലിയ ശക്തി അത് നീ ആലയത്തിൽ ഈ മക്കളുടെ മേൽ പ്രകടിപ്പിക്കണമേ അപ്പ. ചുങ്കക്കാരൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തി അവനെ നീതീകരിക്കുന്ന ദൈവത്തിന്റെ നീതിയുടെ മുൻപിലേക്ക് നിന്റെ ജീവിതത്തെ മുഴുവൻ നീ സമർപ്പിക്കുമത്രേ. കർത്താവേ, എന്നെ മുഴുവൻ നിനക്ക് സമർപ്പിക്കും. അലച്ചിലുകൾ എണ്ണിയെടുത്തിരിക്കുന്ന കർത്താവിന്റെ പക്കലേക്ക് ഭാരം താങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഈശോയുടെ പക്കലോട്ട് എല്ലാ വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജോലിയില്ലാത്ത മക്കളെല്ലാം പ്രാർത്ഥിക്കട്ടെ. ഈശോ കുടുംബജീവിതത്തിലോട് പ്രവേശിച്ചിരിക്കുന്ന മക്കളെല്ലാം കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പിശാച് കെണിയൊരുക്കുന്ന തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ മേഖലകളും ഈശോയുടെ പക്കലോട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയാണ് ദൈവകൃപ ആവശ്യമായിട്ടുള്ളത്. അതെല്ലാം നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. സങ്കീർത്തനം 40-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പറയും, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. വിശ്വസിക്കും മക്കൾ, ഈ വചനമാണ്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും എൻ്റെ കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. ഓരോ മക്കളോ വചനം ഏറ്റെടുക്കട്ടെ. ഒത്തിരി ദരിദ്രനായിരിക്കുന്നു, ഒത്തിരി പാവപ്പെട്ടവനായിരിക്കുന്നേ, ഒത്തിരി ഒറ്റപ്പെട്ടവളായിരിക്കും, ഒരുപാട് രോഗിയായിരിക്കും, എന്നാലും കരുതലുണ്ട് മക്കളെ. കർത്താവിന് കരുതലുണ്ട്. അവിടുന്ന് ഓരോരുത്തരുടെയും വഴികൾ അറിഞ്ഞ് അവൾക്ക് നീതി നടത്തി കൊടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഈശോയെ, അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? സങ്കീർത്തനം 35:10. കർത്താവെ, അങ്ങേക്ക് തുല്യനായ ആരുണ്ട്? ബലഹീനനെ ശക്തനിൽ നിന്നും ദുർബലനെ ദരിദ്രനായവനെ കവർച്ചക്കാരിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്റെ ജീവിതത്തിലോട്ട് ഇറങ്ങി വരണമേ. പുതുത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ നമ്മൾ വീണ്ടും വായിക്കുകയാണ്. അവിടുത്തെ ശക്തി സംഖ്യയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധകരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. വിശ്വസിക്ക്, അതാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവ് ശക്തന്മാരെയും പ്രതാപത്തെയും ആശ്രയിക്കുന്നവനല്ല. അവിടുന്ന് എളിയവരുടെ മർദ്ദകരുടെ സഹായകനും. ഈശോയെ, എന്നെ താങ്ങി നിർത്തണേ അപ്പ. നിനക്ക് തുല്യനായ ആരുണ്ട്? കർത്താവെ, നിനക്ക് തുല്യനായ ആരുമില്ല. നമ്മുടെ കർത്താവിന്റെ വലിയ മഹത്വത്തെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ മക്കളും സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. സ്തുതിക്കുന്ന ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല മക്കളെ. കർത്താവിനാൽ അസാധ്യമായി ഒന്നുമില്ല. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. വിശ്വസിക്കുക, ആരാധിച്ച് പ്രാർത്ഥിച്ചേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഗ്രീൻ കാർഡിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന് ഈശോ ഗ്രീൻ കാർഡ് കൊടുത്ത് അനുഗ്രഹിക്കുന്ന കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ആറോളം മക്കൾക്ക് ഈശോ പാസ്സാകാനുള്ള കൃപ കൊടുക്കുന്നു. ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു. ജോയിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. ആനന്ദ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു.
ഫിലിപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കണ്ണിന്റെ അകത്ത് കരികരിപ്പ് പോലെ അവസ്ഥ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈശോ ആ ഒരു ഇൻഫെക്ഷൻ എടുത്തു മാറ്റുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ആരാധന, നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. കർത്താവ് ബന്ധം കൂട്ടിച്ചേർക്കുന്ന ഈശോ വെളിപ്പെടുത്തുന്നു. കർത്താവ് വിദേശത്ത് ജയിലിലായിരിക്കുന്ന ഒരു മകന്റെ മേല് ദൈവത്തിന്റെ വലിയ കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാമത്തെ വചനപ്രകാരം വായിക്കുകയും കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിന്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും, അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. കർത്താവേ, നഗരം നാശക്കൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും, കൊട്ടാരം അതിന്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ വിശ്വാസത്തിൽ അവിടുന്ന് പണിതുയർത്തണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 7-8 വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. എന്റെ കർത്താവ് പറയുകയാണ്, എന്റെ വാക്ക് കേൾക്കുവിൻ, മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, തലമുറകളോളം നിലനിൽക്കും. കുരിശിൽ അവിടുന്ന് ഞങ്ങൾക്കായി സ്ഥാപിച്ചെടുത്ത രക്ഷ കർത്താവേ, ഞങ്ങളുടെ എല്ലാ മക്കളുടെ ജീവിതത്തിലോട്ട് കടന്നു വരട്ടെ. ഈശോയെ, നമ്മുടെ മക്കൾ തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവരുണ്ടാവും,
സ്നേഹം കുറഞ്ഞു പോയവരുണ്ടാകും. കുടുംബത്തിൽ തകർച്ചയിലായിരിക്കുന്നവരുണ്ടാകും. മദ്യപാനത്തിന്റെ ആസക്തിയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടാകും. തെറ്റായ ബന്ധങ്ങൾ, വ്യഭിചാരത്തിന്റെ ആസക്തികൾ, ഡ്രഗ്സിന് അടിമപ്പെട്ട മക്കൾ, അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ. കർത്താവേ, അവിടുന്ന് ഇറങ്ങി വരണേ അപ്പ. സങ്കീർത്തനം 102 അധ്യായം 19-20 വചനം. തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിൽ വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിന് താഴേക്ക് നോക്കി, സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി. കർത്താവെ, ഞങ്ങളെ നോക്കണേ അപ്പ, ഞങ്ങളെ നോക്കി കാണണേ ഈശോയെ. അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ലല്ലോ അപ്പ. കർത്താവെ, ഞങ്ങളുടെ തകർച്ചകളെ നോക്കി കാണണേ അപ്പ. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവിനെ നോക്കി കാണണേ കർത്താവെ. ഞങ്ങളുടെ കുടുംബത്തെ അവിടെ നോക്കി കാണണേ ഈശോയെ. രോഗപീഠകളെ നോക്കി കാണണേ അപ്പ. ബന്ധങ്ങളുടെ വിള്ളലുകളെ നോക്കി കാണണമേ എന്ന് പ്രാർത്ഥിക്കും ഈശോയുടെ പക്കലോട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളെ, സ്വപ്നങ്ങളെ എല്ലാം സമർപ്പിക്ക്. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്ന കർത്താവ് തടവുകാരുടെ ഞരക്കം കേൾക്കാനാണ്, തകർച്ചകളിൽ നിന്ന് വിടുവിക്കാനാണ്, മനത വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി. ഈശോയെ, ഈ ദിവ്യകാലത്ത് ഞങ്ങളെ നോക്കണേ ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തെ നോക്കണമേ എന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ഏറ്റെടുക്കണം ഈശോയെ. ഈശോയെ, ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ രോഗപീഠകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന്. ഈശോയെ, മക്കളെ ഓർത്ത് കരയുന്ന ഓരോ വ്യക്തികളെയും തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് ഇടപെടണേ, അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ, നീ ഇറങ്ങി വരണേ അപ്പ. നീ കൂടെ വസിക്കണമേ ഈശോയെ. നീ കൂട്ടു നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുനീരുകളെ ഈശോയുടെ പക്കലോട്ട് സമർപ്പിക്കും. യോഹന്നാൻ 1:12 ഞങ്ങളോട് വചനം പറഞ്ഞു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തന്നെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ അവിടുന്ന് കഴിവ് നൽകി. ഈശോയെ, മക്കളായതുകൊണ്ട് ആവാ പിതാവ് എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അയച്ചിരിക്കും. ആകയാൽ ഇനിമേ നീ ദാസനല്ല, ഇനിയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതം അനുസരിച്ച് അവകാശിയുമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ മുൻപിൽ. ഈശോയെ, വലിയ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണേ ഈശോയെ. ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കണ്ണുനീരൊഴുക്കിയ രാത്രികളൊക്കെ ഉണ്ടാകും. ഇപ്പോഴും നീ കണ്ണുനീരൊഴുക്കുമായിരിക്കും. എന്നാലും കർത്താവിനെല്ലാം സാധ്യമാണ് മക്കളെ. ഞരക്കം കേൾക്കാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയേ കർത്താവ്. മരണത്തിൽ വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയ കർത്താവ് നിന്നെ നോക്കുന്നു, നിന്നെ കാണുന്നുണ്ട്. നീ കണ്ണടച്ചത് വിശ്വസിക്കണം ഈശോയെ, അങ്ങനെ കാണുന്നുണ്ട് കർത്താവേ. എല്ലാ വേദനകളും സമർപ്പിച്ച്, ജോലിയില്ലാത്ത മക്കള്, വിസ കിട്ടാത്ത മക്കള്, ഒരു പാർട്ട് ടൈം ജോലി പോലും കിട്ടാത്തവർക്ക് സമർപ്പിക്കും മക്കളെ. നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി വരും. നീ വിശ്വസിക്ക്. നീ കാണാത്ത വഴി ഈശോ നിനക്ക് വേണ്ടി തുറക്കും. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളെ സമർപ്പിക്കും ഈശോയെ. ഒരു വീടില്ലാത്ത മക്കള്, ഈശോയെ, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ജീവിതങ്ങള്, ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവേ, കരുണയായിരിക്കണേ ഈശോ. ഈശോയെ, കരുണയായിരിക്കും. കർത്താവേ, ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന അനേക ജീവിതങ്ങളെ ഈശോയുടെ പക്കലോട്ട് സമർപ്പിക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത മക്കളെ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഒരു കുടുംബത്തിന് പ്രത്യേകമായിട്ട് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. ആ കുടുംബത്തിന്റെ പ്രത്യേകത ഇതാണ്. പുരുഷന് കൗണ്ട് കുറവാണ്. അതാണ് വീട്ടിലൊരു വിഷയം. അതുകൊണ്ട് കുഞ്ഞുങ്ങളാകുന്നില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് ആ ഒരു തടസ്സം നീക്കി കർത്താവ് വലിയൊരു കൃപ കൊടുക്കുന്ന, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുകയാണ്. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ ആരാധിക്കുന്നു. മോണസംബന്ധമായ അസ്വസ്ഥത കൊണ്ട് ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുകയാണ്. വായുവായിട്ട് ബന്ധപ്പെട്ട രോഗപീഠ. കർത്താവ് ആ മകന്റെ മേൽ ഈശോയുടെ വലിയ സൗഖ്യം കർത്താവ് ചൊരിയുന്നതായിട്ട് കാണാൻ പറ്റുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. കർത്താവെ എല്ലാ മക്കളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം സമർപ്പിക്കട്ടെ. കർത്താവെ, സോറിയാസിസ് രോഗത്തിന്റെ മൂർധന്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഈ സമയം
ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. നെഞ്ചിലേറ്റലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഈ നാളില് പ്രിയപ്പെട്ടവർ മരിച്ചുപോയതിന്റെ വേദനയിൽ കഴിയുന്ന ഒരു കുടുംബത്തെ അപ്രതീക്ഷിതമായി തന്റെ സഹോദരൻ മരിച്ചതോർത്ത് ഭാരപ്പെടുന്ന ഒരു മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരുണയായിരിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളെ. കണ്ണുനീര് കാണുന്നവൻ, വേദന കേൾക്കുന്നവൻ, ഹൃദയത്തിന്റെ ആഗ്രഹം കാണുന്നവൻ, ഈശോയെ നിന്റെ ഹൃദയം ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് വിശ്വസിക്കുക. ഈ അൾത്താരയിൽ നീ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിപൂർണമായിട്ട് സമർപ്പിക്കുക. എല്ലാ മക്കളും ഉള്ളായ്മകളെല്ലാം സമർപ്പിച്ച് ഈശോയെ സ്തുതിച്ചെന്ന് തുടങ്ങിക്കേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. യേശുവേ നന്ദി, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി, ആരാധന. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ നന്ദി, ആരാധന. യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ അപ്പാ രക്ഷക കർത്താവേ നാഥനേ നീ കർത്താവാണെന്നും ഈ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എന്റെ ദൈവമേ, ഓ എന്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ആരാധന 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 ആരാധന. സ്തുതിക്കുന്നു, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നന്ദി. അധരം തുറന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എല്ലാ മക്കളുടെയും തകർച്ചകളെ ഒരിക്കൽ കൂടി ഈശോയുടെ കരങ്ങളിലോട്ട്, എല്ലാ മക്കളും ഹൃദയം ഈശോയുടെ പക്കലോട്ടുള്ള ഈശോയെ, എന്റെ ഈശോയെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് ഈശോയോട് പറയട്ടെ. കർത്താവേ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്റെ ഈശോയെ, എന്റെ മനസ്സുകൊണ്ട്, എന്റെ ശരീരം കൊണ്ട്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈശോയെ. അധികമായി എന്നെ സ്നേഹിച്ച ഈശോയെ, യോഗ്യതയില്ലാന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന എല്ലാ മക്കളും ഈശോയോട് പറയും. നീ അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ കൃപയുണ്ടെങ്കിൽ ഈശോയുടെ വലിയ കരുണയും ദയയാണ്. കർത്താവേ, സ്നേഹിക്കുന്ന ഈശോയെ, സ്നേഹിക്കുന്ന ഈശോയെ കർത്താവേ നന്ദി പറയും. അലർജി രോഗം ഈ സമയത്ത് ഈശോ എടുത്തു മാറ്റുന്നതായിട്ട് കർത്താവ്, പ്രത്യേകിച്ച് മുട്ട ഇങ്ങനെയുള്ള അലർജി രോഗമുള്ള വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യപ്പെടുത്തുന്നു. നന്ദി പറയും. കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടൊന്നും പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റാത്തതുകൊണ്ട് കരയുന്ന ഒരമ്മയെ കർത്താവ് അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കുകയാണ്. അവന് നല്ല മാർക്ക് കൊടുക്കുമെന്ന് ഈശോ പറയുന്നതായിട്ട് കാണാൻ പറ്റുന്നു. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു.
യേശുവേ കൃപയായിരിക്കും. Thank you, അത്ഭുതകരം Jesus. അഡ്മിഷൻ കിട്ടാത്തൊരു കുഞ്ഞിനെ ഈശോ അത്ഭുതകരമായിട്ട് ഇടപെടുത്തതും അഡ്മിഷൻ കിട്ടുന്ന ഇടപെടുന്ന വെളിപ്പെടുത്തുന്നു. Amen. അവയെ Hallelujah. ഈശോയെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു. കർത്താവേ കരുണയായിരിക്കണേ, കരുണയായിരിക്കണേ. ഈശോയെ നന്ദി ഈശോയെ. എല്ലാം നിനക്ക് സമർപ്പിക്കും. ഈ Thank you, മക്കളെ, Jesus. ഇവരുടെ വേദനകളെ, ഇവരുടെ കണ്ണുനീരുകൾ, ഇവരായിരിക്കുന്ന അവസ്ഥകളെല്ലാം ഒരിക്കൽ കൂടി നിനക്ക് സമർപ്പിക്കുക. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ബഹുമാനത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട ആത്മീയ സിസ്റ്ററിന് ഈശോയുടെ നാമത്തിൽ നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ആ ഈശോ ഇന്നും ജീവിക്കുന്ന സത്യദൈവമാണെന്ന് ഓരോ നിമിഷം സ്ഥിരീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അതിപുണ്യാഴ്ച ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഈ സമയം വരെയുള്ള ഓരോ സെക്കൻഡിലും ഈശോയുടെ വലിയ സാന്നിധ്യവും സ്നേഹവും എല്ലാം അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആത്മീയ സിസ്റ്ററിനെ ഒരുക്കി നൽകി. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. സിസ്റ്ററിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളും ഏറ്റെടുക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും അനുഗ്രഹമായി മാറുവാൻ വേണ്ടിയിട്ട് കൂടുതൽ അഭിഷേകത്തോടുകൂടി ഈശോയ്ക്ക് വേണ്ടി ഇനിയും ആത്മാക്കളെ നേടുവാനുള്ള എല്ലാ കൃപകളും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കൂട്ടായ്മയെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ടോച്ച് ബ്രദറിനെ ടീമിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എബി എന്ന് പറയുന്ന ഒരു സഹോദരനെ സമർപ്പിക്കാം. ഇനിയുള്ള സമയങ്ങളിൽ അല്പസമയം നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ദിവികാരുണ്യ സന്നിധിയുടെ ഈശ്വരസന്നിധിയിൽ നമുക്ക് ഈ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നമ്മുടെ ആത്മീയ ഭൗതികമായിട്ടുള്ള മേഖലകളിലേക്ക് ഇനിയും ചുരിപ്പെടാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവര്